എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ മോംസ് കറി പോട്ട് സ്പെഷ്യൽ നോൺ വെജിറ്റേറിയൻസിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ചിക്കൻ ടിക്ക മസാലയാണ്. സ്മോക്കി ഫ്ലേവറുള്ള ചിക്കൻ ടിക്ക പീസസ് ഗ്രിൽ ചെയ്ത് ക്രീമിയായ ടൊമാറ്റോ അനിയൻ ബേസ് ഗ്രേവിയിൽ സ്പൈസസ് ചേർത്തുണ്ടാക്കുന്ന ഈ ഡിഷ് ഒത്തിരി രുചികരമാണ്. ഇത് ചപ്പാത്തി, നാൻ അല്ലെങ്കിൽ ചോറ് എന്നിങ്ങനെ എന്തിൻ്റെ കൂടെയും പെയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക നമ്മുടെ സ്വന്തം അടുക്കളയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുവാനായി ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 600 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ്. ഒരു പാത്രത്തിൽ 1/2 കപ്പ് കട്ടിയുള്ള തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ തന്തൂരി ചിക്കൻ മസാല, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് കട്ടകളില്ലാതെ നല്ല സ്മൂത്തായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും ഒപ്പം ക്യാപ്സിക്കവും തക്കാളിയും പെറ്റൽസായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് ചിക്കനും പച്ചക്കറികളും മസാലയിൽ നന്നായി മിക്സ് ചെയ്ത് വെജിറ്റബിൾസിലും ചിക്കനിലും ഇത് നന്നായി തേച്ചു പിടിപ്പിക്കുക. അടുത്തതായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ മാത്രം പാനിലിട്ട് ഉയർന്ന തീയിൽ ഏകദേശം 5 മിനിറ്റ് തിരിച്ചും മറിച്ചും ഒന്ന് വറുത്തെടുക്കുക. ചിക്കൻ വെന്ത ശേഷം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ ടിക്കയിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. അതിനായി ചിക്കൻ പീസസിന്റെ നടുവിലായി ഒരു ചെറിയ പാത്രം വെക്കുക. അതിനുള്ളിൽ ഒരു കഷ്ണം കത്തുന്ന കൽക്കരി കഷ്ണം വെച്ച് ഇതിന് മുകളിലായി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഉടൻ തന്നെ പാത്രം ഒരു മൂടി കൊണ്ട് മൂടുക. ചിക്കനിലേക്ക് ഈ സ്മോക്കി ഫ്ലേവർ അബ്സോർബ് ചെയ്യാൻ 5 മുതൽ 7 മിനിറ്റ് വരെ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സ്മോക്കി ഫ്ലേവറുള്ള ചിക്കൻ ടിക്കകൾ തയ്യാറാണ്. ഇനി നമുക്ക് ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാം. ഒരു പാൻ ഇടത്തരം തീയിൽ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ഇഞ്ച് കഷ്ണം കറുവപ്പട്ട, കുറച്ച് ഏലയ്ക്ക, ഒരു കറുത്ത ഏലയ്ക്ക, 2 ഇടത്തരം വലിപ്പമുള്ള സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആകുന്നത് വരെ വഴറ്റുക. തുടർന്ന് 2 തക്കാളി ചോപ്പ് ചെയ്തത് കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടി, 8 മുതൽ 10 വരെ വെളുത്തുള്ളിയുടെ അല്ലികൾ, 1 ഇഞ്ച് അരിഞ്ഞ ഇഞ്ചി, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിയില തണ്ട്, 7-8 കാശ്മീരി മുഴുവൻ മുളക് എന്നിവ ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചു നേരം വഴറ്റുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒപ്പം 1 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കുക. ഇനി പാൻ ഒരു മൂടി കൊണ്ട് മൂടി 8 മുതൽ 10 മിനിറ്റ് വരെ ഇടത്തരം തീയിൽ വേവിക്കുക. അല്പസമയത്തിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഈ മിശ്രിതം തണുത്തു കഴിഞ്ഞാൽ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. അടുത്തതായി ഒരു പാൻ മീഡിയം തീയിൽ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായ ശേഷം 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് കുറച്ചു നേരം ഒന്ന് വഴറ്റുക. ഈ സമയത്ത് 2 ഇടത്തരം സവാള ചോപ്പ് ചെയ്തതും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റുക. ഉള്ളിയുടെ നിറം മാറിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നന്നായി ഇളക്കി വേവിക്കുക. അടുത്തതായി ഗ്രേവിക്ക് വേണ്ടിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി,
1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എന്നിവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കി വഴറ്റി വേവിക്കുക. ഇനി 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മസാലയിൽ നിന്നും എണ്ണ വേർപെടാൻ തുടങ്ങുന്നതുവരെ വേവിക്കുക. ഈ ഘട്ടത്തിൽ നേരത്തെ അരച്ചു വെച്ചിരുന്ന മസാല പേസ്റ്റ് ചേർത്ത് എല്ലാം നന്നായി ഇളക്കുക. മിക്സർ ജാർ കഴുകി ആ വെള്ളം ചേർത്ത് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ക്രമീകരിക്കുക. ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടിയുള്ള ഗ്രേവി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചിക്കൻ ടിക്ക കഷ്ണങ്ങളും പിന്നെ പച്ചക്കറികളും ചേർത്ത് നന്നായി ഇളക്കുക. പാൻ മൂടി വെച്ച് കുറഞ്ഞ തീയിൽ ഏകദേശം 10 മിനിറ്റ് ഗ്രേവിയിൽ നിന്നും എണ്ണ വേർപെടുന്നത് വരെ നന്നായി വേവിക്കുക. അവസാനം മൂടി തുറന്ന് ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൊണ്ട് അലങ്കരിക്കുക. നിങ്ങളുടെ രുചികരമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക മസാല ഇപ്പോൾ വിളമ്പാൻ തയ്യാറാണ്. നാൻ, റോട്ടി അല്ലെങ്കിൽ ബാസ്മതി റൈസ് എന്നിവയ്ക്കൊപ്പം ഇത് പെയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ പാചകക്കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്. പിന്നെ മോംസ് കറി പോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. കൊതിയൂറുന്ന മറ്റൊരു പാചകക്കുറിപ്പുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.